പിന്നെ കടം വാങ്ങുമ്പോ ഇസ്ലാമിന്റെ നിയമത്തിന്റെ പരിധിക്കപ്പുറം പോയി കടം വാങ്ങാൻ പാടില്ല. കടം വാങ്ങുന്നതിനൊരു നിയമമുണ്ട്. വീടാൻ സാധ്യത കാഴ്ചപ്പാടുള്ളതേ കടം വാങ്ങാൻ പാടില്ല. ആവശ്യമില്ലാതെ പോയി കടം വാങ്ങാൻ പാടില്ല. കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ തുണിയില്ല, വീടാനൊരു മാർഗവുമില്ല. ആ ഒരു ദുരവസ്ഥയിൽ കടം വാങ്ങിയാലോ? കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ തുണിയില്ല, കടം വാങ്ങിയ കൊടുക്കാൻ വേറൊരു സാധ്യതയില്ല. അപ്പോൾ നീ കടം വാങ്ങിയിട്ട് കുടുങ്ങിയാൽ, ആ കടത്തിൽ നീ മരിച്ചുപോയാൽ, ആ കടത്തിന് ജാമ്യം നിൽക്കും മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര സൗന്ദര്യമുള്ള മത ഇസ്ലാം. അതേ സമയത്ത് 50 ലക്ഷം നമ്മുടെ കയ്യിലുണ്ട്, 2 കോടിയുടെ ബിസിനസ് തുടങ്ങണം, അതിന് നീ 1.5 കോടി കടം വാങ്ങിയാൽ നീ ന്യായമുള്ള കടം വാങ്ങിയവനല്ല. അപ്പൊ നമ്മളെ കടം വാങ്ങുമ്പോ ന്യായം വേണം. അതേ സമയത്ത് ഒരാൾക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം കഴിക്കാൻ കടം വാങ്ങാതെ നിർവാഹമില്ല, വീടാനുള്ള വഴിയില്ല. അങ്ങനെ മരിച്ചുപോയാൽ റഹ്മത്തുൽ ലിൽ ആലമീനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കടം ഏറ്റുവാങ്ങും. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ പരലോകത്ത് കുടുങ്ങൂല. അതേ സമയത്ത് നീ ജാള് ബാളായിട്ടാണ് കടം വാങ്ങിയാലോ, ആ കടത്തിന് ആരും ജാമ്യം നിൽക്കൂല. ആ കടത്തിന് നീ കുറ്റക്കാരനാണ്. ഇന്ന് കടം വാങ്ങിയത് കൊടുക്കണമെന്ന ബോധമില്ലാത്ത ആളുകളായി മാറി നമ്മൾ ഭൂരിപക്ഷവും.